സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബിഗ് ബോസിൻ്റെ ഷോ നടക്കുകയാണ്. ഈ ബിഗ് ബോസിൻ്റെ ഷോ നടക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികളെ നമ്മൾ ആ പരമാവധി അങ്ങനെ ആ ഷോ കാണിക്കരുത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരുടെയും കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും. അതായത് അതെന്താണ് അങ്ങനെ, അതെന്താണ് ഇങ്ങനെ, അവരെന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങൾ ചിലപ്പോൾ നമ്മൾ തീർത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഒരു വീട്ടമ്മയുടെ ഒരു കമൻറ്റ് ഞാൻ കണ്ടതാണ്. ആ കമൻറ്റിൽ പറയുന്നത് അവരുടെ 7 വയസ്സുള്ള കുട്ടി ഇതുപോലെ ബിഗ് ബോസ് ഷോ കണ്ടപ്പോൾ ആ ഒരു 7 വയസ്സായ കുട്ടി ചോദിച്ചു പോലും, മമ്മി ഇതാരാണ്, ഇതെന്താണ്? അതായത് ഈ ആദിലയും നൂറേനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അതായത് അവർക്കൊന്നും അറിയാത്ത കാര്യം, മമ്മി ഇതെന്താ ഇവർ ഒരുമിച്ച് നടക്കുന്നത്, ഇതെന്താ ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ. അതായത് അവർ തമ്മിലുള്ള വിവാഹവും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അത് മക്കളോട് പറയുമ്പം ഏതൊരു മാതാപിതാക്കളും എന്ന് പറഞ്ഞാൽ ഒന്ന് ഭയക്കും എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ TV കാണിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടും എന്നാണ് പറയാനുള്ളത്. ഇപ്പം അവരവിടെയുള്ള ഒരു മത്സരാർത്ഥികളാണ്, അവർക്കും അവിടെ ജീവിക്കാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അവർ പിന്നെ കോടതി വിധിപ്രകാരം പിന്നെ മാതാപിതാക്കളൊക്കെ ധിക്കരിച്ച് വന്ന് കോടതി വിധിപ്രകാരം അവർ ജീവിക്കുന്നതാണ്. അതിനൊക്കെയുള്ള സാഹചര്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സ്വന്തം മക്കളോട് പറയുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഷോകളൊക്കെ കാണുമ്പോൾ നിങ്ങളെ മക്കൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അവരിൽ നിന്നും അതായത് നിങ്ങൾ കാണരുത് മക്കളെ. വേണമെങ്കിൽ വല്ല എപ്പിസോഡ് കണ്ടാലും കുഴപ്പമില്ല, എന്നാലും ഈ ലൈവൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ചോദിക്കാണ്ടിരിക്കത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആദില നൂറയുടെ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. അവർ ആദ്യകാലത്ത് കൊടുത്ത കാര്യങ്ങളാണ്. അതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കുടുംബങ്ങളെ നല്ല രീതിയിൽ അവർ പിന്നെ എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ആദിലേൻ്റെ പിന്നെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഏതോ എന്നാൽ കൊച്ചാപ്പിയ അങ്ങനെ പറഞ്ഞ ഒരാൾ ഇവരോട് പറഞ്ഞില്ലല്ലോ ഹോട്ടൽ റൂമിൽ വന്നാൽ മതി, എന്നാലും നിങ്ങൾക്ക് പിന്നീട് ആണുങ്ങളോട് താല്പര്യം വരും എന്നുള്ള തരത്തിലൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ഇൻ്റർവ്യൂകളൊക്കെയാണ് വരുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വരെ അതിശയപ്പെട്ടു പോകുമായിരുന്നു. അതായത് ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് കാണാൻ കഴിയോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോഴേ ഇവിടെ ഈ പിന്നെ എന്താ പറയുക ഈ ഷോയിൽ വന്നതുകൊണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ചിലപ്പോൾ ഇവരുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ചിലപ്പോൾ ഇവർ ഓപ്പണായിട്ട് തുറന്ന് പറയും. പക്ഷെ ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ ആദില നൂറ വന്നു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണെന്നൊക്കെയാണ് പറഞ്ഞതെങ്കിലും എനിക്കിതുവരെ എന്ന് പറഞ്ഞാൽ ആദില നൂറേനെ കൊണ്ട് അവിടെ ഒരു പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇവർ പറയുന്നത് പോലെ ഇവരുടെ കമ്മ്യൂണിറ്റീനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വരുന്നതെങ്കിലും ആ കമ്മ്യൂണിറ്റിക്ക് വരെ ഒരു ഗുണവും ഇവരെ കൊണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടിയിട്ടുള്ള സംസാരമോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ട് പോരാട്ടമൊന്നും ഞാൻ അവിടെ കാണുന്നില്ല. ഇവർ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഒരു മത്സരാർത്ഥിയായിട്ട് ഇച്ചിരി ചില്ലറ വേണം, അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ ഒന്ന് ഫെയിം കിട്ടണം, പിന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അടിച്ചിറക്കിയ മാതാപിതാക്കൾക്കുള്ള ഒരു മറുപടി എന്നുള്ള നിലക്ക് വന്നു എന്നല്ലാതെ അവരവിടെ ഒരു ഗെയിമും കാര്യങ്ങളൊന്നും പിന്നെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവരുടെ സ്വന്തം കാര്യം നോക്കുന്നതല്ലാതെ അവരിതേപോലെ ഒരു ഇതാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇതാണ്, അതിൻ്റെ അവകാശങ്ങളുണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഒരാളോട് പോലും ഷെയർ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അനീഷുമായിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മോഹൻലാൽ ആണെങ്കിൽ അവിടെയും ഇവിടെയും തൊടാതെ എന്തൊക്കെയോ ചോദിക്കുന്നതും പറയുന്നതും കണ്ടു എന്നല്ലാതെ വേറെയൊന്നും അവരെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്ത് വന്നിട്ടില്ല. ഒരുപക്ഷെ ബിഗ് ബോസിന് തോന്നിയതോ തെറ്റിയതോ ആയിരിക്കാം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അതിൽ സംസാരിക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം എന്താ പറയുക അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇപ്പം നാദിരനില കണ്ടില്ലേ, അത്രത്തോളം ഭയങ്കരമായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ടീമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജാൻമണി ഇങ്ങനെയാണെങ്കിലും കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്ന ടീമാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവരെന്ന് പറയുന്നത് അവരുടെ വായ തുറക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ഫാമിലി പ്രേക്ഷകരായ ഒരുപാട് പേർക്ക് കുട്ടികളെ പറ്റിയിട്ടുള്ള ആശങ്കകൾ ഉണ്ടാകും. ഇതുപോലെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, അവരുടെയൊക്കെ ഉത്തരം മുട്ടിപ്പോകും. പിന്നെന്ന് പറഞ്ഞാൽ ഇവരുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും ഉള്ള ഒരു വാണിംഗ് ആയിരിക്കും ഈ ഒരു സംഭവം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദിലക്ക് നല്ല രീതിയിലുള്ള ഭയം കുടുങ്ങിയിട്ടുണ്ട്.
അതായത് നോറ എങ്ങാനും ഇനി എന്നെ പിരിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ഭയം നല്ല രീതിയിലുണ്ട്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞ് ആദിലയും നൂറയും ഇരിക്കുമ്പോൾ അതിൻ്റെ സെൻട്രലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ ആദിലയുടെ മുഖം പെട്ടെന്ന് തന്നെ വാടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ഒരു ഭയം, ഇനി ആരെങ്കിലും ഇവളെ ലൈനാക്കി കളയോ എന്നുള്ള ഇതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയുള്ള ഒരു ഭയം, അല്ല ഞങ്ങളെ എടുക്കുന്ന പിരിക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ഭയവും കൂടിയിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരും അതുപോലെ തന്നെ ഒരു വിഭാഗം ആൾക്കാർ മുഴുവൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതോട് കൂടിയിട്ട് ഇവർ രണ്ടുപേരും രണ്ടാകണേ ഭഗവാനെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇവർക്കെതിരെ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നല്ല അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവരെ അങ്ങനെ അറ്റാക്ക് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത്. അതിൻ്റെ പേരിൽ ഇവരോടുള്ള അസൂയയും കുശുമ്പോ അതുപോലെ വൈരാഗ്യവും ഇതൊക്കെയുള്ള, പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള എതിർപ്പുകളും എല്ലാം ഇവരോടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും അടിച്ച് പിരിയണേ, ഇവർ രണ്ടുപേരും ഒന്ന് അടിച്ച് പിരിഞ്ഞെങ്കിലെന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ അതുപോലെ എങ്ങനെ ആണെങ്കിൽ ബിഗ് ബോസ് വേറെ ലെവലിലേക്ക് പോകുന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബിഗ് ബോസിനെ പിടിച്ചാൽ നമുക്ക് കിട്ടൂല. അത്രയും ഭയങ്കര മാർക്കറ്റിംഗ് ആയിരിക്കുമായിരുന്നു, അത്രയും ഭയങ്കര മാർക്കറ്റ് ആയിരിക്കുമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ചില ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആദിലയോട് ഭയങ്കര വൈരാഗ്യമാണ്. ഈ ആദിലയോടാണ് വൈരാഗ്യം കൂടുതൽ, നമുക്കറിയാലോ. അപ്പൊ നൂറേ നീ എന്തിനാണ് ആദിലയെ സ്നേഹിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റുകൾ വരുന്നത്. അതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. മനഃപൂർവ്വം തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇവരെ നെഗറ്റീവാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിന്റെ ഒരു മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാന്നേ ഞാൻ പറയുള്ളൂ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എവിടെയോ 2 ഇന്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വെറുതെയെങ്കിലും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് ഇവരുടെ വായിൽ നിന്നൊന്നും വീഴത്തുമില്ല. ബിഗ് ബോസ് ഇനി ഇവരെന്തെങ്കിലും വീഴുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നാളെ പുറത്തു പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് പറയാൻ പറ്റൂല. ചിലപ്പോൾ ഒരാഴ്ചയും കൂടി നിർത്തിക്കും. അല്ലാതെ എന്ന് പറയുന്ന വലിയൊരു ജനപിന്തുണയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും രണ്ടിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞതുപോലെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരെ ഭയങ്കരമായിട്ട് പിന്തുണക്കുന്നുണ്ട്. അത് നമുക്കറിയാലോ. എൻ്റെ മകളാണ്, എൻ്റെ മകളാണ്, എൻ്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അതായത് മാതാപിതാക്കളെയൊക്കെ ഇങ്ങനെ വലിച്ചിടുമ്പോൾ, മാതാപിതാക്കളെയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. അതായത് ഇപ്പോൾ മാതാപിതാക്കളോട് ഇപ്പോൾ ആദില ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ബാപ്പിയോടും ഉമ്മയോടും ഒരു സ്നേഹവും ഇല്ല എന്ന് പറയുന്നത് കേട്ടു. ഏതൊരു ഇളയമയോട് മാത്രമേ സ്നേഹമുള്ളൂ എന്ന്. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഈ ബാപ്പയും ഉമ്മയുമാണ് എല്ലാ കാര്യത്തിലും സപ്പോർട്ടായി നിന്നത്. അത് മനസ്സിലാക്കണം. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവരെ കുടുംബത്തെ മൊത്തം അവഹേളിക്കുക, ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് അവരൊരുപാട് പിടിവാശികൾ നടത്തിയിട്ടുണ്ടാകും. എല്ലാ മാതാപിതാക്കൾക്കും അങ്ങനെ കഴിയൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അവരൊരുപാട് എതിർക്കാൻ നോക്കും, ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവരെ നാണം കെടുത്താതിരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അതായത് ഈ ബിഗ് ബോസിൽ വന്നിട്ട് പലതും വിളിച്ചു പറയരുത്. 2 വോട്ടിന് വേണ്ടിയിട്ടെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്നതാണെങ്കിൽ പലർക്കും ഉപകാരപ്പെടും. നന്ദി, നമസ്കാരം.